ടെൻസ് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് അല്ലെങ്കിൽ ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ് എന്ന് പറയും. ഫ്യൂച്ചർ ഇൻഡെഫിനിറ്റ് ടെൻസ്. ഫ്യൂച്ചർ ടെൻസിൽ നമ്മൾ ചേർക്കുന്ന ഓക്സിലറി വെർബ് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ വില്ലും ഷാളും കാണും. ഫ്യൂച്ചർ ടെൻസിൽ ചേർക്കുന്ന ഓക്സിലറി വെർബ് ഏതാ? വില്ല്, ഷാള്. ഇനി ഫസ്റ്റ് പേഴ്സണൽ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചേർക്കുന്നത്? ഷാൾ ചേർക്കുന്നത് വെർബിനോട്. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ദ പേഴ്സൺ ഹൂ ഈസ് സ്പീക്കിംഗ്. ഒരു കോൺവെർസേഷൻ നടത്തുമ്പോൾ ആരാണോ സംസാരിക്കുന്നത് ആ സംസാരിക്കുന്ന വ്യക്തിയായിരിക്കും ഫസ്റ്റ് പേഴ്സൺ. ഒരു എക്സാമിന് ചോദിച്ചിട്ടുള്ള തേർഡ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ ഏതാണെന്ന്. ഫസ്റ്റ് പേഴ്സൺ എപ്പോഴും ഐയോ വിയോ ആയിരിക്കും. ഐയുടെ പ്ലൂറലാണ് വി. ഫസ്റ്റ് പേഴ്സണൽ സബ്ജക്റ്റിനോട് നമ്മൾ എന്താ ചേർക്കുന്നത്? ഷാളാണ്. ബാക്കിയെല്ലാം വില്ല്. അപ്പോൾ എങ്ങനെ ചേർക്കും? ഐ ഷാൾ, വി ഷാൾ. ഗോ ആണെങ്കിൽ ഐ ഷാൾ ഗോ, വി ഷാൾ ഗോ. നെക്സ്റ്റ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ടു ഹൂം വി ആർ സ്പീക്കിംഗ്. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നതാണ് സെക്കൻഡ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എപ്പോഴും നമ്മൾ ഷാളിന് പകരം വില്ല ചേർക്കുന്നത്. അതുപോലെ അമേരിക്കൻ ലിറ്ററേച്ചറിലൊക്കെ കൂടുതലും തിരിച്ചും വരാറുണ്ട്. അവർ ഐ ഷാളൊന്നും പറയാറില്ല, ഐ വിൽ. നമ്മളിവിടെ ചേർക്കുമ്പോൾ നമ്മൾ ഗ്രാമർ പഠിക്കുമ്പോൾ ഐയുടെ കൂടെ വില്ല് ചേർത്ത് അതിന് വേറെ നിയമങ്ങളിലേക്ക് പോകും. അത് വേറെ പല ഉദ്ദേശ്യങ്ങൾക്കും വേണ്ടിയാണ് അങ്ങനെ മാറ്റി എഴുതുന്നത്. ഗ്രാമർ പഠിക്കുമ്പോൾ ഐ ഷാൾ, വി ഷാൾ, ബാക്കി എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ വില്ലാണ് ചേർക്കുന്നത്. സെക്കൻഡ് പേഴ്സൺ യു ആണ്. ടു ഹൂം വി ആർ സ്പീക്കിംഗ്, അതാണ് സെക്കൻഡ് പേഴ്സൺ. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത്. വെർബിന് മുമ്പ് എന്താ നമ്മൾ ചേർക്കുന്നത്? വിൽ. തേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ എബൌട്ട് ഹും വി ആർ സ്പീക്കിംഗ്. ആരോടാണ് നമ്മൾ സംസാരിക്കുന്നത് അതാണ് എന്ത്? തേർഡ് പേഴ്സൺ. ഹി ആകാം, ഷീ ആകാം, ദേ ആകാം, സീതയാകാം, രാമനാകാം. ആരെപ്പറ്റിയാണോ നമ്മൾ സംസാരിക്കുന്നത് അതാണ് തേർഡ് പേഴ്സൺ. അപ്പോഴും എന്താണ്? വില്ലാണ് ചേർക്കുന്നത്. മനസ്സിലായോ? ഐ ഷാൾ, വി ഷാൾ, യു വിൽ, ഹി വിൽ, സീത വിൽ, ദേ വിൽ, ഷീ വിൽ. ഐ ഷാൾ ഗോ. ഫ്യൂച്ചറിലൊരു കാര്യം പറയുന്നത്, ഭാവിയിൽ. ഐ ഷാൾ ഗോ, ഞാൻ പോകും. വി ഷാൾ ഗോ, ഞങ്ങൾ പോകും. യു വിൽ സ്പീക്ക്, നിങ്ങൾ സംസാരിക്കും. ഹി വിൽ സീ, അവൻ കാണും. സീത വിൽ സിംഗ്, സീത പാടും, അല്ലേ? ഷീ വിൽ കം, അവൾ വരും. അതുപോലെ ദേ വിൽ റൈറ്റ്, അവർ എഴുതും. ഫ്യൂച്ചറിൽ ഏതെങ്കിലും ഒരു നിശ്ചിത സമയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് ചേർക്കാം, അല്ലേ? ഐ ഷാൾ ലേൺ ഇറ്റ് ടുമാറോ, ഞാൻ നാളെ അത് പഠിക്കും. ഐ വിൽ ലേൺ ഇറ്റ് ടുമാറോ എന്ന് പറഞ്ഞത് തീർച്ചയായും കാണിക്കുന്നത്, അല്ലേ? ഐ വിൽ ലേൺ ഇറ്റ് ടുമാറോ, ഞാൻ നാളെ അത് പഠിച്ചിരിക്കും. ഗ്രാമർ പഠിക്കുമ്പോൾ ഐ ഷാൾ ലേൺ ഇറ്റ് ടുമാറോ. വി ഷാൾ വിസിറ്റ് ദ ഹിൽ സ്റ്റേഷൻ, വി ഷാൾ വിസിറ്റ് ദി ഹിൽ സ്റ്റേഷൻ നെക്സ്റ്റ് ഇയർ അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക്. അടുത്ത വീക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം ഞങ്ങൾ ഹിൽ സ്റ്റേഷൻ സന്ദർശിക്കും. സന്ദർശിച്ചോ? ഇല്ല. ഇറ്റ് വിൽ ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ടൈം. ദേ വിൽ ബൈ എ കാർ, അവർ ഒരു കാർ മേടിക്കും. ദേ ഷാൾ ബൈ എ കാർ എന്ന് വെച്ചാൽ അവർ മേടിച്ചിരിക്കും. ഹി വിൽ വിൻ ദ ഫസ്റ്റ് റാങ്ക്, അവൻ എന്ത് ചെയ്യും? ഫസ്റ്റ് റാങ്ക് മേടിച്ചിരിക്കും. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ എന്താണ്? സിമ്പിൾ ഫ്യൂച്ചർ മീൻസ് സംതിങ് ഹാപ്പൻ ഇൻ ഫ്യൂച്ചർ ടൈം. സബ്ജക്റ്റ് വിൽ ഓർ ഷാൾ, ദെൻ വെർബ്. ഫസ്റ്റ് പേഴ്സൺ. ഹു ഈസ് ഫസ്റ്റ് പേഴ്സൺ? ദ പേഴ്സൺ ഹു ഈസ് സ്പീക്കിംഗ് ഈസ് ഫസ്റ്റ് പേഴ്സൺ. സംസാരിക്കുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ. അതാരാണ്? ഐ, ഐയുടെ പ്ലൂറലായ വി. ഏത് ഓക്സിലറി വെർബാണ്? ഐ ഷാൾ, വി ഷാൾ. സെക്കൻഡ് പേഴ്സൺ ടു ഹും വി ആർ സ്പീക്കിംഗ്, ആരോടാണ് സംസാരിക്കുന്നത് അതാണ് സെക്കൻഡ് പേഴ്സൺ യു. യു വിൽ. തേർഡ് പേഴ്സൺ എബൌട്ട് ഹും വി ആർ സ്പീക്കിംഗ്, ആരെപ്പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്? ഹി, ഷീ, ദേ, സീത, ഇറ്റ് ഒക്കെ തേർഡ് പേഴ്സൺ ആയിട്ട് വരും. എന്താണ്? വില്ലാണ് അവിടെ ചേർക്കുന്നത്. അണ്ടർസ്റ്റാൻഡ്? ഇതാണ് എന്ത്? ഫ്യൂച്ചർ ടെൻസ്.